ഇന്നും NSSന്റെ നിലപാടുകൾ ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായ നിലപാടുകളല്ല. നമ്മുടെ ജനറൽ സെക്രട്ടറി എടുക്കുന്നതും മറ്റൊരു സമുദായത്തിന് മാനസികമായി ഗുണപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്താറുണ്ട്. പക്ഷെ നമ്മുടെ ചില സഹോദര സമുദായങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ വളരെ പുലഭ്യം പറയുമ്പോഴും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ എപ്പോഴെങ്കിലും മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിച്ചോ, അവരുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചോ, അല്ലെങ്കിൽ അവരുടെ നന്മയെക്കുറിച്ച് പറഞ്ഞു ഒന്നും സംസാരിക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഇവിടെ പലരും പറഞ്ഞു പ്രയോഗിക്കും, ഇവിടെ സ്വത്തുക്കളെല്ലാം പലരും സമ്പാദിക്കുകയാണ്, നായന്മാർക്കൊന്നുമില്ല, ഹിന്ദുക്കൾക്കൊന്നുമില്ല എന്ന് പറയുന്നതോടെ സ്വത്തുക്കൾ സമ്പാദിക്കണം. ഒരുവൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അവന്റെ വീടിന്റെ പേരത്ത് ഒരു സ്ഥലം വാങ്ങി ഒരു ഷോപ്പിംഗ് മാൾ പെടുത്താൻ അല്ലെങ്കിൽ ഒരു വീട് പെടുത്താൻ അത് അവന്റെ കഴിവും എടുക്കുവാനും അംഗീകരിക്കാൻ നമുക്ക് കഴിയും. ഒരാൾ വളരുമ്പോൾ അത് അവന്റെ കഴിവും എടുക്കും അവന് ദൈവം നൽകിയ കരുണയുമാണ് എന്ന് നമ്മൾ പറയണം. അല്ലാതെ നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ ഒരാൾ ദുബായിൽ പോയി വന്ന് ഒരു നല്ല ബെൻസ് കാറ് വാങ്ങിച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ അവിടെ ചെന്ന് അറബിയെ പറ്റിച്ച് മണ്ണുവാരി ഞങ്ങളുടെ ഉണ്ടാക്കിയതല്ലേ ഈ പൈസ, അവൻ പറ്റിച്ചിട്ട് വന്നിരിക്കുന്നു. അതേസമയം തമിഴ്നാട്ടിൽ ഒരാൾ ബെൻസ് കാറിൽ പോയാൽ അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അയ്യാ അവര് സൈക്കിളിൽ പോയിട്ടിരുന്നപ്പാ ഇപ്പൊ പെരിയ ബെൻസ് കാറിൽ പോകുക ரொம்ப ഭാഗ്യമാണ്, കഴിവ് കൊടുത്താച്ച് എന്ന് പറയും. നമ്മൾ തമ്മിലുള്ള വ്യത്യാസമാണ്. സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്, ദൈവം അവനെ അനുഗ്രഹിച്ച് അവൻ വലിയ ആളായി എന്ന് പറയുന്ന മനോഭാവം. നമുക്കും അതാണ് വേണ്ടത്. കണ്ടവരോട് അസൂയ കാണിക്കാനല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാണ്, എന്റെ പ്രസംഗം ഈ കുഞ്ഞുങ്ങളോടാണ്, നിങ്ങൾ ഈ സമൂഹത്തിൽ മാതൃകയാവണം. ജാതി ചിന്തകളിൽ പെടരുത്. പക്ഷേ നായരായി ജനിച്ചതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. ഒരാൾ ഈഴവനായി ജനിച്ചെങ്കിൽ അതിൽ അയാൾ അഭിമാനം കൊള്ളണം. ഒരാൾ പുലയനായി ജനിച്ചെങ്കിൽ ഞാൻ പുലയനാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള അഭിമാനവും ധൈര്യമാണ്. ഒന്നും മോശമല്ല. എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്തുകാരനായ ബ്രാഹ്മണന്റെ ഹൃദയം ചാലക്കുടിക്കാരനായ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ കുടിക്കുകയാണ്, ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അവിടെ ജാതിയുണ്ട്. ജാതി പറയാൻ മന്നത്താചാര്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ ജനറൽ സെക്രട്ടറി ജാതി പറഞ്ഞ് മാർജിക്കാൻ പറഞ്ഞിട്ടില്ല. ജാതിയുടെ മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിക്കട്ടെ, എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കണം, എല്ലാ നായരും ഒന്നിക്കണം എന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? വളരെ കാര്യമായിട്ടല്ല. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ചെയർമാൻ പറഞ്ഞു സുഖമില്ലാത്തവരെ സഹായിക്കാൻ ഒരു ഫണ്ട്, പിന്നെ വീട് വെച്ചു കൊടുക്കാൻ ഇദ്ദേഹം ശ്രീ അശോക് 10 ലക്ഷം രൂപ അശോകകുമാർ തന്നു, ക്യാപ്റ്റൻ. ഇതെല്ലാം സന്തോഷത്തോടെ നമ്മൾ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കും, ഈ നായർ സമുദായത്തിന്റെ കൂട്ടത്തിൽ ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണമെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഒന്നിക്കുന്നത്? ഒരു സുഖമില്ലാതെ ഒരാൾ കിഡ്നി നഷ്ടപ്പെട്ട് കിടന്നാൽ എന്ത് സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയുന്നു? ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു. ഇവിടെ ഇരിക്കുന്നവർ ഒരു 100 രൂപ വെച്ച് കൊടുക്കാൻ തയ്യാറാകും. ഞാൻ അഭിമാനത്തോടെ പറയാം, എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു കുഞ്ഞിന്, ഒരു മുസ്ലിം സമുദായപ്പെട്ട കുഞ്ഞിന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിക്കോളൂ. ഒരു കുഞ്ഞിന് സുഖമില്ലാതായി, അവന് മജ്ജ മാറ്റിവെക്കണം. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ എങ്കിലും പണപ്പിരിവൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. എങ്കിലും ആ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോൾ, ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. ഞാൻ ഇടതുപക്ഷത്താണ്. പക്ഷെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ എന്നോടൊപ്പം വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുത്തി കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. 48 ലക്ഷം രൂപയായിരുന്നു സർജറിക്ക് വെല്ലുവിളി. 54 ലക്ഷം രൂപയാണ് കൊണ്ടുപോയത്. വിത്തിൽ ആഴ്ചകൾ, ദിവസങ്ങൾ കൊണ്ട് ആഴ്ചകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അത് കോൺഗ്രസ് പ്രവർത്തകൻ, നമുക്കതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെയും ഞാൻ അഭ്യർത്ഥന കൊടുത്തു, കിഡ്നി മാറ്റി ഒരു 15 ലക്ഷം രൂപ എണ്ണം വേണമെന്ന്. അപ്പൊ ചില ആളുകൾ അതിൽ കമന്റ് ഇട്ടു, എന്തിനാണ് 15 ലക്ഷം രൂപ, 8 രൂപ പോരെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ 32 ലക്ഷം രൂപയാണ് അയച്ചു കൊടുത്തത്. എന്നാൽ പട്ടാഴിയിൽ ഇപ്പോഴും സ്വഭാവന്മാർ അടക്കുന്ന ഒരു നായർ ചെറുപ്പക്കാരന് 24 വയസ്സുള്ളത്, അവന്റെ കിഡ്നിയും പോയി, അവന്റെ പാൻക്രിയാസും പോയി. ഇത് രണ്ടും കൂടി മാറ്റി വെക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. ബാംഗ്ലൂരിൽ കൊണ്ടുവരെ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ചെയ്തു. ഞാൻ അപേക്ഷ ഇട്ടു. അത് കഴിഞ്ഞ് മലബാറിൽ നിന്ന് വളരെ പ്രശസ്തനായ ഒരു ചെറുപ്പക്കാരൻ, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ടു. എവിടെ 5 രൂപ, 5 ലക്ഷം രൂപ വന്നു. അതിൽ 1 ലക്ഷം രൂപ കൊടുത്തത് NSSൽ നിന്നാണ്, പത്തനാപുരം താലൂക്കിൽ നിന്നാണ്. അടുത്ത കൊടുത്തത് SNDPയുടെ താലൂക്കിലെ പ്രസിഡന്റ് മകന്റെ കല്യാണമായിരുന്നു പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു 15 കുടുംബങ്ങൾക്ക് ഞാൻ 10,000 രൂപ വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, മകന്റെ വിവാഹമാണ്. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഈ പയ്യൻ ഈ 1.5 ലക്ഷം രൂപ കൊടുക്കാൻ. അങ്ങനെ 2.5 ലക്ഷം രൂപ വന്ന വഴി ഇതാണ്. എന്തിനാണ് ഹിന്ദുക്കൾ ഒന്നിക്കുന്നത്? ഈ വയ്യാത്ത പയ്യൻ അവൻ ഹിന്ദുവാണ്. ഈ പറയുന്നവർ മനസ്സിലാക്കണം, ഹിന്ദുക്കൾ ഒന്നിക്കുമെന്ന് പറയുന്നവർ ഒരു 100 രൂപ, ഇപ്പോഴും 50 രൂപ ചലഞ്ച് കിടപ്പുണ്ട്, അയക്കുന്നുണ്ടോ? ഇല്ല. 50 ഈ കുട്ടിക്ക് വേണ്ടി, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, മരണത്തോട് മരുന്ന് അവന് വേണ്ടി സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ഹിന്ദു ഒന്നിച്ചില്ലല്ലോ. അപ്പൊ ഹിന്ദു ഒന്നിക്കുന്നത്
ഏതെങ്കിലും ഒരുത്തനെ അസംബ്ലിക്ക് അയക്കാനോ പാർലമെന്റ് അയക്കാനോ പഞ്ചായത്തിൽ അയക്കാനോ ആണ് എന്ന് ചിന്തിക്കരുത്. അത് തെറ്റാണ്. ആ വേല കയ്യിൽ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വേല കയ്യിൽ വെക്കാം, അത് പറ്റത്തില്ല. കാരണം ഹിന്ദു ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കി ഏതെങ്കിലും ഇതര സമുദായത്തിൽപ്പെട്ട ആൾ ഒരു കെട്ടിടം പണിയാൻ അവിടെ വാതിൽക്ക് നിന്ന് കൊഞ്ഞാലും കുത്തിയല്ലാണ്. ഇതിനേക്കാൾ വലിയ കെട്ടിടം പണിയാമെന്ന് ചിന്തിക്കാൻ അടുത്ത തലമുറ തയ്യാറാണ്. അധ്വാനിച്ചിട്ടാണ്, അല്ല മോട്ടിച്ചിട്ടല്ല. ഒരുവൻ അധ്വാനിച്ചൊരു നേട്ടം കൈവരിച്ചാൽ ആ അധ്വാനത്തെ അംഗീകരിക്കും. അതിനേക്കാൾ നന്നായി അധ്വാനിച്ച് ഇതിലും വലിയവനാകണം എനിക്ക് എന്ന ചിന്തയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റേ ഞണ്ടിലെ കണക്ക് പിടിച്ച് താഴോട്ട് ഇറക്കുന്ന പരിപാടി അത് നായർ സമുദായത്തിലുള്ള അടുത്ത തലമുറയെങ്കിലും ഉപേക്ഷിക്കണം. പലരും പറയുന്നു ഒന്നിക്കണം. എന്തിനു ഒന്നിക്കണം? ഒരു കുടക്കീഴിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഈ താലൂക്കുകളിലെ എല്ലാ കരുവങ്ങളത്തിലും ഒരു 10 പേര് സന്മനസ്സുള്ള ഒരു 15 പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നില്ല, നിസ്സാരമായ കാര്യമാണ്. ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ആർക്കെങ്കിലും സുഖമില്ല എന്നൊരു മെസ്സേജ് താലൂക്കിലെ സെക്രട്ടറിയുടേതായി വന്നു കഴിഞ്ഞാൽ 100 രൂപ ഇട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇത്ര ലക്ഷം രൂപയും ഒരാൾക്ക് കിഡ്നിക്ക് അസുഖം വന്നു, ചികിത്സിക്കാൻ എന്ത് പണം വേണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. സർക്കാർ കൊടുക്കുന്നതെല്ലാം കൊടുക്കും, പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല.